പവർ കട്ടില്ലാതായതിന് കാരണം നമുക്ക് ഗ്രിഡ് ഉണ്ടായി എന്നുള്ളതാണ്. ഈ ഗ്രിഡിൻ്റെ നിർമ്മാണം UDF സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിയതാണ്, അത് പിന്നീട് പൂർത്തീകരിച്ചു. അപ്പോൾ ഗ്രിഡ് ഉണ്ടാകുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ വൈദ്യുതി വാങ്ങാൻ കഴിയും എന്നുള്ളതാണ്. വൈദ്യുതി വാങ്ങാൻ കഴിയുമെന്ന് മാത്രമല്ല, പവർ എക്സ്ചേഞ്ച് നടക്കും. നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ പീക്ക് ടൈമിലല്ലാതെ നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി മറ്റുള്ളവർക്ക് കൊടുക്കാം. പീക്ക് ടൈമിൽ നമുക്ക് അവിടെ നിന്ന് വൈദ്യുതി കൊണ്ടുവരികയും ചെയ്യാം. ഒരു സ്വിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിടുന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വൈദ്യുതി വാങ്ങി നമ്മളിപ്പോൾ മൊത്തം ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ 80% നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ്. മീൻസ് സംസ്ഥാനത്ത് നിന്ന് പുറത്തുനിന്ന് വരുന്ന വൈദ്യുതിയാണ്. എങ്ങനെയാണ് ആ വൈദ്യുതി വാങ്ങിയ കരാറുണ്ടായത്? അത് ആര്യാടൻ മുഹമ്മദ് വൈദ്യുതി മന്ത്രിയായിരുന്നപ്പോൾ ഒപ്പിട്ട ഒരു കരാറാണ്. പക്ഷേ ആ കരാർ പ്രകാരം UDF സർക്കാർ വൈദ്യുതി വാങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് ആ സമയത്ത് പവർ കട്ടുണ്ടായത്. അത് ഒപ്പിട്ടു എന്നുള്ളത് ശരിയാണ്. പിന്നീട് MM മണി വൈദ്യുതി മന്ത്രിയായിരുന്ന സമയത്ത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ അടുത്താണ് ആ കരാർ പ്രകാരം വൈദ്യുതി വാങ്ങാൻ തുടങ്ങിയത്. അപ്പോഴാണ് നമ്മുടെ നാട്ടിൽ പവർ കട്ടില്ലാതാവുന്നത്. ഓക്കെ, അപ്പോൾ ഈ പവർ കട്ടില്ലാതെ 2016 മുതൽ ഏതാണ്ട് 2022-2023 വരെ നമ്മൾ പവർ കട്ട് ഈ വൈദ്യുതി വാങ്ങി പവർ കട്ടില്ലാതെ കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ നിലവിൽ നമ്മൾ വൈദ്യുതി വാങ്ങിക്കൊണ്ടിരുന്ന കരാറ് പ്രൊസീജിയറുകൾ പാലിച്ചല്ല എന്ന് കണ്ടെത്തുകയും അത് റദ്ദാക്കുകയും ചെയ്തു. പ്രൊസീജിയറുകൾ പാലിച്ചല്ല എന്ന് പറഞ്ഞാൽ റെഗുലേറ്ററി കമ്മീഷൻ അനുമതിയില്ലാതെയാണ് ഈ കരാർ ഒപ്പിട്ടതെന്നായിരുന്നു ആ കമ്മീഷനെ കണ്ടെത്തൽ. ഇപ്പോൾ നമ്മൾ റെഗുലേറ്ററി കമ്മീഷൻ എന്ന് പറയുമ്പോൾ എന്തോ കോടതിയാണെന്ന് വിചാരിക്കരുത്, അത് പൊളിറ്റിക്കൽ നിയമനമാണ്. TK ജോസ്, റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥനായ TK ജോസ് ആണ് അതിൻ്റെ അധ്യക്ഷൻ. ഒരു B പ്രദീപ് ആണ് അതിൻ്റെ, അതും പൊളിറ്റിക്കൽ നിയമനമാണ്. അതിൻ്റെ കമ്മീഷൻ മെമ്പർ B പ്രദീപ് എന്ന് പറഞ്ഞാൽ S ശർമ്മയുടെ കാലത്ത് വൈദ്യുതി മന്ത്രി ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്ന ആളാണ് ഈ B പ്രദീപ്. അവർ രണ്ടും പൊളിറ്റിക്കൽ നിയമനമാണ്. അപ്പോൾ പൊളിറ്റിക്കൽ നിയമനം നടത്തുന്ന ഈ കമ്മീഷൻ കണ്ടെത്തുകയാണ് ഇത് പ്രൊസീജിയർ പാലിച്ചത് റദ്ദാക്കണമെന്ന് പറയുന്നു. പിന്നീട് ദീർഘകാലത്തെ വാദത്തിനുള്ളിൽ അത് കരാർ പൂർണ്ണമായി റദ്ദാക്കുന്നു. പൂർണ്ണമായി റദ്ദായി കഴിഞ്ഞപ്പോഴാണ് ഇതിലെ പ്രശ്നം. നമ്മൾ വാങ്ങിക്കൊണ്ടിരുന്ന കരാറാണ്, വെറും 4 രൂപ സംതിങ് പൈസയ്ക്കാണ് ഈ വൈദ്യുതി വാങ്ങുന്നത്. ഇത് റദ്ദാക്കി കഴിഞ്ഞപ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അതിൻ്റെ ഇരട്ടി വിലയ്ക്ക് പോലും വൈദ്യുതി നൽകാൻ മറ്റ് കമ്പനികൾ തയ്യാറാവുന്നില്ല. 9 രൂപയ്ക്കും 10 രൂപയ്ക്കും 14 രൂപ വരെ പീക്ക് ടൈമിൽ നമുക്ക് വൈദ്യുതി വാങ്ങേണ്ടി വരും. അത് വൻ തോതിലുള്ള നഷ്ടം KSEBക്ക് ഉണ്ടാക്കുന്നു. ഈ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ അപ്പോഴാണ് ഇത് പ്രതിസന്ധിയിലാവുന്നത്. യഥാർത്ഥത്തിൽ ആര്യാടൻ മുഹമ്മദ് അഴിമതി നടത്തി എന്നായിരുന്നു ആരോപണം. ഈ കരാർ ഒപ്പിടാൻ വേണ്ടി അഴിമതി നടത്തി. ഇപ്പോൾ അഴിമതി നടന്നു തന്നെ ഇരിക്കട്ടെ. അഴിമതി നടന്നാൽ പോലും ആ കാലത്ത് അത് ഏറ്റവും കുറഞ്ഞ ചിലവിൽ കുറഞ്ഞ പൈസയ്ക്ക് ലഭിക്കുന്ന വൈദ്യുതിയാണ്. ദീർഘകാലം 25 വർഷത്തേക്കാണ്. അപ്പോൾ അഴിമതി നടന്നിട്ടില്ല എന്ന് പിന്നീട് കണ്ടെത്തി വിജിലൻസ് അന്വേഷണത്തിൽ. ഈ കരാറിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് കണ്ടെത്തി. പിന്നീട് ഈ കരാർ റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമമായി. അതായത് ഈ വൈദ്യുതി കമ്മീഷൻ റദ്ദാക്കി കരാർ റീഇൻസ്റ്റേറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കമ്മീഷൻ ഉത്തരവിനെതിരെ ട്രൈബ്യൂണലിൽ പോയി. ട്രൈബ്യൂണൽ അത് തള്ളി. ട്രൈബ്യൂണൽ തള്ളിയ കേസ് പിന്നീട് സുപ്രീം കോടതിയിൽ പോയിരിക്കുകയാണ് സർക്കാർ. ഇതുവരെ ആ കേസ് ഒന്നും ആയിട്ടില്ല. ഇപ്പോൾ നിലവിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ആര്യാടൻ മുഹമ്മദ് ഒപ്പിട്ട കരാർ ഇപ്പോൾ നിലവിലില്ല. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പവർ എക്സ്ചേഞ്ച് പ്രകാരം വിപണി വിലയിൽ അപ്പോൾ പവർ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഇപ്പോൾ ഈ പവർ വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്ന 20% വൈദ്യുതി ഉണ്ടല്ലോ, ഹൈഡ്രോ ഇലക്ട്രിക് വൈദ്യുതിയാണ്. ആ വൈദ്യുതി യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് പീക്ക് ടൈമിൽ വരുന്ന ലോഡ് മറികടക്കാൻ വേണ്ടിയാണ് വൈദ്യുതി ഉപയോഗിക്കുക. ഇപ്പോഴത്തെ പ്രതിസന്ധി എന്ന് വെച്ചാൽ റിസർവോയറുകളിൽ വെള്ളമില്ല. അപ്പോൾ വെള്ളമില്ലാത്തതിൻ്റെ കാരണം മിസ്മാനേജ്മെൻ്റ് ആണെന്നുള്ളത് വേറെ പരിശോധിക്കേണ്ടതാണ്. കാരണം കഴിഞ്ഞ 2 വർഷമായിട്ടും മഴ കുറവാണ്. ഈ വർഷം മഴ കുറവാണ്, കഴിഞ്ഞ വർഷം മഴ കുറവാണ്. മഴ കുറവാകുമ്പോൾ അത് എന്താണ്, ടൈംലി ആ വെള്ളം ഉപയോഗിക്കുക എന്നുള്ളതാണ് ചെയ്യുക. വെള്ളം സ്റ്റോർ ചെയ്യുക, ടൈംലി ഉപയോഗിക്കുക, ലോഡ് വരുന്ന സമയത്തേക്ക് ഉപയോഗിക്കാൻ മാത്രമേ വെള്ളം ഉണ്ടാവും. ഇങ്ങനെയുള്ള കുറേയധികം ഡാം മാനേജ്മെൻറ്റിൽ കുറേയധികം കാര്യങ്ങളുണ്ട്. അതുണ്ടായെന്നുള്ളത് നമ്മൾ വേറെ തന്നെ പരിശോധിക്കണം. ഇവിടുത്തെ കുഴപ്പം ഒന്ന്, ഉൽപ്പാദനം കുറവാണ് റിസർവറുകളിൽ. പീക്ക് ടൈമിൽ എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, നമുക്ക് മീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല, ലോഡ് മീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ ലോഡ് ഷെഡിങ് ഏർപ്പെടുത്തേണ്ടി വരുന്നു. ഇതാണ്. അപ്പോൾ സ്ഥിരമായി നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന വൈദ്യുതി നമുക്ക് കിട്ടുന്നില്ല. നമ്മൾ അധിക വിലയ്ക്ക്, ഇരട്ടിയിലധികം വിലയ്ക്ക് വൈദ്യുതി വാങ്ങിക്കൊണ്ടിരിക്കുന്നു. പീക്ക് അവറിൽ നമുക്ക് വേണ്ട ഉൽപ്പാദനം നടത്താൻ കഴിയുന്നില്ല. ഇത്തരം ഈ 3 പ്രശ്നങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ പ്രശ്നം ഈ സർക്കാർ തന്നെ വരുത്തി വെച്ചതാണ്. ഒന്ന്, ആ കരാർ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നഷ്ടം. ഇപ്പം നമ്മൾ ഈ കരാർ റദ്ദാക്കിയതിൻ്റെ വേറെ പ്രശ്നം എന്താണെന്നറിയോ? നമ്മുടെ ബിൽ സെസ് എന്ന് പറഞ്ഞിട്ട് ചാർജ് അടിച്ചു വരുന്നുണ്ട്. നമ്മുടെ വൈദ്യുതി ബില്ലുണ്ടാകുന്ന വർധന നമ്മൾ ശ്രദ്ധിക്കാറില്ല. ആ വർധന ഉണ്ടാകുന്നതിന് കാരണം ഈ കരാർ റദ്ദാക്കിയതാണ്. എന്തിനാണ് ആ കരാർ റദ്ദാക്കിയത്? അതിൽ അഴിമതി ഉണ്ടായിരുന്നില്ലെങ്കിൽ, ആ കരാർ റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഇത് ഈ സർക്കാരിൻ്റെ പരാജയമാണെന്ന് സമ്മതിക്കണം. അതിന് പകരം ഈ സർക്കാർ എന്താണ് ചെയ്തത്? പവർ കട്ടില്ലാത്ത 10 വർഷം, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒപ്പിട്ട കരാർ റദ്ദാക്കിയിട്ട് ആ സർക്കാരിനെ തന്നെ ഇരുണ്ട കാലം എന്ന് വിശേഷിപ്പിക്കുകയാണ് ചെയ്തത്. എൻ്റെ അഭിപ്രായത്തിൽ ഇത്രയും സത്യസന്ധമല്ലാതെ ഒരു രാഷ്ട്രീയ പ്രചാരണം നടത്തിയിട്ട് അതിനെ കൗണ്ടർ ചെയ്യാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഈ കാര്യങ്ങൾ, ഈ വസ്തുതകൾ മുന്നിൽ വെച്ച് അതിനെ കൗണ്ടർ ചെയ്യാൻ കോൺഗ്രസിനോ UDFനോ കഴിഞ്ഞോ? എനിക്ക് തോന്നുന്നില്ല. അസംബ്ലിയിൽ എന്തൊക്കെയോ ഡിബേറ്റ് ഉണ്ടായെന്നല്ലാതെ അതൊരു രാഷ്ട്രീയ പ്രചാരണ ആയുധമാക്കാൻ, ഈ റദ്ദാക്കിയ കരാറിനെക്കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കാൻ പ്രതിപക്ഷം തയ്യാറായില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിയുടെ കാരണം. ഇനി ഇത് മറികടക്കാൻ വേണ്ടി ചിലപ്പോൾ വൈദ്യുതി വാങ്ങുകയോ എന്തെങ്കിലും ചെയ്യുമായിരിക്കും.
ഇപ്പോൾ ഒരു കാവൽ മന്ത്രിസഭയാണുള്ളത്, അവർ വൈദ്യുതി വാങ്ങുമായിരിക്കും, പക്ഷേ അപ്പോഴും അതിൻ്റെ ഭാരം നമ്മുടെ ചുമലിലാണ്. നമ്മുടെ ബില്ലിൽ നമ്മളൊന്ന് സൂക്ഷ്മമായി നോക്കിയാൽ മതി, സെസ് ചാർജുകൾ കൂടി വരുന്നുണ്ടാവും.